മാധ്യമത്തിൽ കൂടെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം അനയുടെ ഉറച്ച വിശ്വാസവും സമർപ്പണവും ദൈവസന്നിധിയിലെടുത്ത തീരുമാന നിവൃത്തിയും അത് നിമിത്തം ഉണ്ടാകുന്ന അനുഗ്രഹവും നാം കണ്ടു. ദൈവസന്നിധിയിൽ നേരുകയും നിവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇന്ന് നമുക്ക് ദൈവശുശ്രൂഷയിലായിരിക്കുന്ന ഒരു പിതാവിൻ്റെ നിസ്സംഗത കുടുംബത്തിനെ വരുത്തി വച്ച വലിയ വിപത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഏലി പുരോഹിതൻ വൃദ്ധനായി. ചില കാര്യങ്ങൾ ഒക്കെ അവൻ കേൾക്കുന്നു, അറിവാനും തുടങ്ങി. എന്തേ ഏലി പുരോഹിതൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞില്ല, തിരക്കിയില്ല? കഷ്ടം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ ഉൾപ്പെടുത്തി നാമും വൃദ്ധരാകും. കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയും ചെവിയുടെ കേൾവിയും നമ്മുടെ ഗ്രാഹ്യശക്തിയും ഒക്കെ ക്ഷയിക്കുകയും ചെയ്യും. മറക്കരുത്, നമുക്ക് നല്ലൊരു യൗവനകാലം, ഊർജ്ജസ്വലതയും ചൊറിയുറുപ്പും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നുവല്ലോ. ഒരു കുടുംബം തലമുറകൾ നമ്മെ ഏൽപ്പിച്ചിട്ടില്ലേ? ദൈവം കണക്ക് ചോദിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, എണ്ണി നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വി ആർ അക്കൗണ്ടബിൾ. നമ്മുടെ തലമുറകൾ എങ്ങനെ ജീവിക്കുന്നുവെന്നോ, എന്തെല്ലാം അരുതാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുവെന്നോ, ഏതെല്ലാം കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എന്നോ നാം ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കണം. ജഡമോഹം അവരെ വലിച്ചു കൊണ്ടുപോയാൽ കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? വരുന്ന ഭവിഷ്യത്ത് എത്ര ഭയാനകം! തിരുത്താനാകാത്ത തിക്താനുഭവങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടല്ലേ സംഭവിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അപ്പൻ്റെ നല്ല പ്രബോധനവും അമ്മയുടെ നല്ല ഉപദേശവും കൊടുത്ത് യഹോവ ഭക്തിയിൽ വളർത്തിയോ? ശ്രദ്ധിച്ചോ? ഇല്ല എങ്കിൽ പരിണിത ഫലം നാം അനുഭവിച്ചേ മതിയാകൂ. ഒഴിവുകഴിവുകളില്ല എന്ന് ഏലി പുരോഹിതൻ്റെ എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും തകർച്ചയിൽ നിന്നും മനസ്സിലാക്കാം. ഭയത്തോടെ, ഉത്തരവാദിത്വത്തോടെ ജീവിക്കാം. ഇവിടെ ബാലനായ ശമൂവേലിനെ കുറിച്ച് പറയുന്നത്, ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. 1 ശമൂവേൽ 2:21. ശമൂവേൽ എന്ന ബാലനെ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു എന്നുള്ളത് ഏത് സാഹചര്യത്തിലാണെന്ന് നാം ചിന്തിക്കണം. അത് അവിടെയും മാലിന്യമേകാശാതെ വിശുദ്ധിയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഒരു ബാലനെയാണ് നാം കാണുന്നത്. പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് ശമൂവേൽ ബാലൻ യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. 2:18. വളരും തോറും യഹോവയ്ക്കും മനുഷ്യനും പ്രീതിയുള്ളവനായി വളർന്നു വന്നു. ഒരമ്മയുടെ സമർപ്പണവും കണ്ണുനീരും പ്രാർത്ഥനയും അചഞ്ചല വിശ്വാസവും മാത്രമാണ് ഇതിനാധാരം. ദൈവം ആർക്കും കടക്കാരനല്ല. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ശമൂവേലിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ശേഷം പ്രസവിച്ചു. 2:21. ഇതൊക്കെ കിട്ടുമെന്ന് കരുതിയല്ല, പ്രതിഫലേച്ഛ കൂടാതെയാണ് അവൾ കർത്താവിനെ സേവിച്ചത്. അമുക്കി കുലുക്കി കവിയുന്ന ഒരളവിൽ പ്രതിഫലം തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആമേൻ. അവൻ ആർക്കും കടക്കാരനല്ലല്ലോ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നാൽ ഏലി പുരോഹിതൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കാം. എന്നാൽ ഏലി വൃദ്ധനായാറെ അവൻ്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. 2:22.
എത്ര കഠിനപാപം, എത്ര വഷളത്വം. അടുത്ത പുരോഹിതന്മാരായി അവരോധിക്കപ്പെടേണ്ട അവർ ചെയ്തു കൂട്ടുന്ന മഹാപാപം, ഇസ്രായേലിൽ പേർ പറയുവാൻ പോലും പാടില്ലാത്ത പാപം. ഇത് വായിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇവർക്ക് ഒരമ്മയുണ്ടല്ലോ, എന്തേ സ്വന്തം മക്കളെ ഇങ്ങനെ വഷളത്വത്തിനായി അഴിച്ചുവിട്ടിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീരൊഴിച്ച് അവർക്ക് വേണ്ടി കരയുകയും ചെയ്തിരുന്നെങ്കിൽ അവരും ശമൂവേൽ ബാലനെ പോലെയായി തീരുമായിരുന്നു. കഷ്ടം. നമ്മുടെ മക്കളുടെ വെയറബൌട്ട്സ്, അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, അവരുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നാം എങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്നു, അവരെ എങ്ങനെ ശ്രദ്ധിച്ച് വളർത്തുന്നു. ഒരു പുരോഹിതൻ്റെ മക്കൾ ചെയ്തു കൂട്ടുന്ന വഷളത്വം, പിതാവായ ഏലിയുടെ പ്രതികരണവും എത്ര ഉത്തരവാദിത്തമില്ലാത്തതാണ്. അവൻ തൻ്റെ മക്കളോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ചൊക്കെയും ഈ ജനം പറഞ്ഞ ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത് എൻ്റെ മക്കളെ. യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. 2:23-24. അവരുടെ പ്രവൃത്തി നന്നല്ല എന്നല്ല, പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. സ്വന്തം മക്കൾ എന്ത് ചെയ്താലും അതിലല്ല, മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്നതിലാണ് പ്രയാസം. ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ തിരക്കുന്നതിന് മുമ്പായിട്ട് അതിനെ എതിർക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? നമുക്കതിനൊരു മാറ്റം വരുത്താം. എത്ര ദുഃഖകരം, കഷ്ടം. പ്രിയ അമ്മമാരെ, നമുക്കൊന്നുണരാം. മക്കളുടെ തെറ്റ് കാണുകയും മുളയിൽ തന്നെ നുള്ളിക്കളയുകയും ചെയ്യാം. തെറ്റെന്നും അത് പാടില്ല എന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതിൻ്റെ ഭവിഷ്യത്ത് വലുത് തന്നെ. അത് മക്കൾ അറിയട്ടെ. വേണമെങ്കിൽ സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ വടിയെയും സ്നേഹിക്കാതിരിക്കാം. വടി പ്രയോഗിക്കേണ്ട വിധം പ്രയോഗിച്ചാൽ മക്കൾ ചത്തുപോകുകയില്ലല്ലോ. മക്കളുടെ ജീവിതത്തിൽ കാവൽക്കാരാണ് നാം. അപ്പോൾ തെറ്റുകളെ തിരുത്തി അവരെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാകുന്നവരായി വളർത്താം. മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി 6 അപേക്ഷിക്കും. 25. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അവർ അപ്പൻ്റെ വാക്ക് കേട്ടില്ല. ശമൂവേൽ ബാലനും ഈ പാപപ്രവൃത്തി ചെയ്യുന്നവരുടെ മധ്യത്തിൽ ജീവിച്ചുവെങ്കിലും തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ദുഷ്പേരും കേൾക്കാതെ വളരെ ദൈവപ്രസാദമുള്ളവനായി ജീവിച്ചു. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. 2:26. പിറകിൽ മാതാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ശക്തിയായ കോട്ടയായി ഉണ്ടായിരുന്നു. അതാണ് തലമുറകളുടെ അനുഗ്രഹം. ദൈവനാമം തലമുറകളിൽ കൂടെ ദൂഷിക്കപ്പെടുകയുമില്ല, നിശ്ചയം. മാതാക്കളായ നാം എത്ര ശ്രദ്ധയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. ദൈവസന്നിധിയിലാണോ അവർ വളരുന്നതെന്ന് ശ്രദ്ധിക്കണം. പ്രിയ സഹോദരിമാരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന തലമുറകളെ ശമൂവേൽമാരായി വളർത്തിയെടുക്കാം. പാപം ചെയ്യുവാൻ ശമൂവേലിനും സാഹചര്യങ്ങൾ, അവൻ്റെ പ്രായം എല്ലാം അനുകൂലം. എങ്കിലും യോസേഫ് പറഞ്ഞതുപോലെ അവൾ യജമാനത്തി ദിനംപ്രതി അവനെ നിർബന്ധിച്ചിട്ടും പാപത്തെ വിട്ടോടുന്ന യോസേഫ് വഴങ്ങിക്കൊടുത്തില്ല. ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? താൻ എന്ത് പ്രവർത്തിച്ചാലും അത് ദൈവത്തോടാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അവൻ വളർന്നു വന്നത്.
39:9 മുതൽ 12 വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ സുബോധം ഉണ്ടാകട്ടെ. മാതാക്കളായ നമുക്ക് കരയാം. ഹൃദയനുറുക്കത്തോടും ശ്രദ്ധയോടും കുഞ്ഞുങ്ങളെ ദൈവത്തിനായി വിശുദ്ധിയിൽ വളർത്തിയെടുക്കാം. അങ്ങനെ തന്നെ അവർ വളരുന്നോ എന്ന് ശ്രദ്ധിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.